പ്രത്യാശയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ആരുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമം തന്നെ നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഏകദേശം 99 അടയാളങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ തന്നെയുള്ള അടയാളങ്ങളാണ്. ഇപ്പൊ 99 അടയാളങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് കർത്താവിന്റെ വരവ് ഉറപ്പാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കർത്താവിന്റെ വരവ് ഉറപ്പാണ് നമ്മൾ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന്റെ ജനനത്തെക്കുറിച്ചും കർത്താവിന്റെ മരണത്തെക്കുറിച്ചും കർത്താവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കാൾ ലിഖിതമായ സകല വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും നിറവേറിയിരിക്കുകയാൽ നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവ് വേദപുസ്തകത്തിൽ അഭിഷേകത്താൽ ആത്മാവിനാൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും സംഭവിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നാം മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം കർത്താവ് വരുന്നുവെങ്കിൽ നമുക്കൊരു പുതിയ ശരീരമുണ്ട്, തേജസ്സിന്റെ ശരീരമുണ്ട്. അതല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ ആ കർത്താവ് വരുന്നുവെങ്കിൽ നമുക്ക് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ശരീരമുണ്ട്. രണ്ടിന്റെയും ശോഭ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്നവരെ ഓർത്തും തേജസ്സിന്റെ ശരീരം പ്രാപിക്കുന്നവരെ ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ കൺവെൻഷനിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് അനുഗ്രഹമൊന്നുമല്ല, നിങ്ങളുടെ മരണം നിങ്ങൾ മനസ്സിലോർക്കണം. കാലും കൈയും കെട്ടി മുക്കി പനിയൊക്കെ വെച്ച് താടിയൊക്കെ വലിച്ചു മുറുക്കി കെട്ടി പെട്ടിയിൽ വെച്ച് അനേകർ വന്നും പോവുകയും പലർ റീത്ത് വെക്കുന്നതും പലർ കരയുന്നതും ഒക്കെ നിങ്ങളൊന്ന് ഓർക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കുമെന്നുള്ളതാണ്. ആ ഒരു മരണത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പുനരുത്ഥാനത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ തന്റെ രണ്ടാം വരവിന്റെ ഒരു അടയാളത്തെ കുറിച്ച് ഏതാനും സമയം പറഞ്ഞ ഞാൻ ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 37, 38, 39 വാക്യങ്ങളാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 37, 38, 39 വാക്യങ്ങൾ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. കർത്താവ് പറഞ്ഞ ഒരടയാളമാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യുഗാവസാനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന സൂചനയാണ് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ മഹോപദ്രവകാലത്തെ കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ മഹോദ്രവകാലത്തിന് ശേഷം കർത്താവിന്റെ വരവിങ്കൽ കാണപ്പെടുന്ന വരവിന് മുമ്പ് കാണപ്പെടുന്ന ചില അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്രത്യക്ഷ വരവിനെ കുറിച്ച് ഉള്ള സൂചനയാണ് കർത്താവ് പറയുന്നത്. 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ബുദ്ധിമാന്മാരെ കുറിച്ചും വിശ്വസ്തരെ കുറിച്ചും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ തരം തിരിച്ചു പഠിക്കുന്നത്. അതിലെ 4-ാമത്തെ ഭാഗമാണ് കർത്താവിന്റെ അപ്രതീക്ഷ വരുമാനം, അല്ലെ പ്രതീക്ഷിത വരവ് എന്ന് പറയുന്നത്. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, നോഹയുടെ സ്ഥാപിച്ച ഒരു കാര്യം നോഹയുടെ കാലമാണ്. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് നോഹയുടെ കാലത്തിന്റെ ഒരു സൂചന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് ജനം പെരുകി തുടങ്ങി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ലോകനാശത്തിന് കാരണം, ആദ്യത്തെ ലോകനാശത്തിന് കാരണം, ലോകത്തെ നശിപ്പിക്കുവാനുള്ള ആദ്യ കാരണം ജനം പെരുകി എന്നുള്ളതാണ്. എവിടെ ജനം പെരുകുന്നുവോ അവിടെ അധർമ്മങ്ങൾ പെരുകും. എവിടെ ജനം പെരുകുന്നുവോ അവിടെ അതിക്രമങ്ങൾ പെരുകും. എവിടെ ജനം പെരുകുന്നുവോ അവിടെ അനുസരണക്കേടുകൾ ഉണ്ടാകും.
ഇന്നത്തെ കാലവും നോക്കുകയാണെങ്കിൽ ജനപ്പെരുപ്പത്തിന്റെ സ്ഫോടനത്തിലാണ് നാം നിൽക്കുന്നത്. ഏകദേശം 820 കോടി ജനം ലോകത്തെമ്പാടുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 116 കോടി ജനമുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായ ജനപ്പെരുപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഈ പ്രദേശത്ത് നമ്മൾ നോക്കിയാൽ പഴയ കാലത്തേക്കാൾ എത്ര അധികമായ വീടുകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് വീടുകൾ വർദ്ധിക്കാൻ കാരണം? ലോക ജനതയുടെ ഈ വികസനത്തിന് പെരുപ്പത്തിന് കാരണം എന്താണ്? ഈ പെരുപ്പത്തിന് കാരണം വേദപുസ്തകം നമ്മോട് പറയുന്നു, കർത്താവിന്റെ വരവിന്റെ സൂചന നിങ്ങൾ ഈ ജനത്തെ നോക്കി പഠിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. ജനപ്പെരുപ്പം കർത്താവിന്റെ വരവിന്റെ സൂചനയാണ്. സാധാരണ ജനങ്ങൾക്ക് നോക്കി മനസ്സിലാക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു അടയാളമാണ് ഈ പെരുപ്പം. ഹല്ലേലൂയ. അങ്ങനെ ജനങ്ങൾ പെരുകുമ്പോൾ ഓർക്കുക, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ ഭാഗം കൂടെ വായിച്ച് ഈ ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ദൂതി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യപുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ള കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യയായി എടുത്തു. ഹല്ലേലൂയ. ഈ സഭയെ കുറിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ സഭയെ കുറിച്ച് നോക്കിയാൽ 2-ാം വാക്യം അന്വർത്ഥമാണ്. ഹല്ലേലൂയ. ഹിതമില്ലാത്ത വിവാഹങ്ങൾ, തന്നിഷ്ടത്തിൽ പെടുന്ന വിവാഹങ്ങൾ ഇവിടെയും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയും അല്ലെങ്കിൽ ഈ സഭയും ഒരു സൂചന തന്നിരിക്കുന്ന കർത്താവിന്റെ വരവിന്റെ അടയാളം ഞങ്ങളുടെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കാൻ വേണ്ടി പറ്റുക? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ തന്നിഷ്ടത്തിൽ ഭാര്യ വിളിച്ചുകൊണ്ട് വന്നാൽ, തന്നിഷ്ടത്തിൽ ഭർത്താവിനെ തേടിയെടുത്താൽ അവരിൽ ഈ ദൂതി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിവാഹത്തിന്റെ നീതി വെളിപ്പെടുത്താതെ, വിവാഹത്തിന് ഏകാധികത വെളിപ്പെടുത്താതെ തന്നിഷ്ടത്തിൽ നടക്കുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റും പെരുകുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ പെരുകുമ്പോൾ, വിശ്വാസികളുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ ഓർക്കുക, വിശ്വാസികളുടെ കുടുംബത്തിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണം വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആകയാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, വിവാഹത്തിലും നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഹിതമില്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നോഹയുടെ കാലത്തെ തലമുറയാണ്. ഒരർത്ഥത്തിൽ ഓർക്കുക, നാമും ഇപ്പോൾ ജീവിക്കുന്നത് നോഹയുടെ കാലത്താണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ തലമുറയൊന്നും ശരിയല്ല. ഹല്ലേലൂയ. തലമുറ എന്ന പദം വേദപുസ്തകത്തിൽ തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലാണ്. ഏകദേശം 170-ൽ പരം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് തലമുറ എന്നുള്ളത്. തലമുറയുടെ അവസാനം കുറിച്ചിരിക്കുന്ന എബ്രായ ലേഖന കർത്താവാണ്. ആ എബ്രായ ലേഖന കർത്താവ് തലമുറയുടെ അവസാനത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്, എനിക്ക് ആ തലമുറയോട് 40 ആണ്ട് നീരസം തോന്നി എന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെ കുറിച്ച് രസമാണോ നീരസമാണോ ഉള്ളത്? ഓരോരുത്തരും ആത്മാർത്ഥതയോടുകൂടി പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെ കുറിച്ച് രസമാണോ നീരസമാണോ ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെ കുറിച്ച് നീരസമാണെങ്കിൽ അതും നോഹയുടെ കാലത്തിന്റെ അടയാളമാണ്. യഹോവയ്ക്ക് ആ തലമുറയുടെ നീരസം തോന്നുവാനായിട്ട് കാരണം നമുക്കറിയാമല്ലോ. സംഖ്യാപുസ്തകം 14-ാം അധ്യായമാണെന്ന് പറഞ്ഞു തീർക്കാൻ സമയമില്ലാത്തോണ്ട് വിടുകയാണ്. യഹോവയോട് അവർ 10 പ്രാവശ്യം പിറുപിറുത്തു. യഹോവ
സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ, നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനതയിൽ 20 വയസ്സിന് മേൽപോട്ടുള്ള ഒരുത്തൻ പോലും ഞാൻ വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം കാണുകയില്ല, പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ അവർ ഒന്നടങ്കം മരുഭൂമിയിൽ പെട്ടുപോയി. അവർ പെട്ടുപോയതുപോലെ യഹോവയ്ക്ക് നീരസം തോന്നിയാൽ നമ്മുടെ തലമുറ ഈ മരുഭൂമിയിൽ പെട്ടുപോകാൻ ആകയാൽ ഈ സഭയോട് ദൂതായി വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ തലമുറ ഈ മണ്ണിൽ പെട്ടുപോകാതിരിക്കേണ്ടതിന്, ഈ ഭൂമിയിൽ പെട്ടുപോകാതിരിക്കേണ്ടതിന് യഹോവയ്ക്ക് നീരസമുള്ള ഒരു തലമുറയായിട്ടല്ല, യഹോവയ്ക്ക് പ്രസാദം തോന്നുന്ന ഒരു തലമുറയായി നിങ്ങൾ തലമുറയെ വളർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയ്ക്ക് ഇഷ്ടം തോന്നുന്ന ഒരു തലമുറയെ വളർത്താൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നീരസത്തുള്ള തലമുറയായി മാറല്ല. ഒന്നാമത്തെ കാര്യമാണ് വിവാഹത്തിൽ മാന്യതയില്ലായ്മ നടത്തുക. വിവാഹത്തിൽ മാന്യതയില്ലായ്മ നടത്തുക. വേദപുസ്തകം പഠിക്കുമ്പോൾ മാന്യതയില്ലാത്ത വിവാഹങ്ങൾ ആരെല്ലാം നടത്തിയിട്ടുണ്ടോ അവരെയൊക്കെ പരാജയപ്പെട്ടു പോയതായിട്ടാണ്. ജ്ഞാനിയായ ശലോമോൻ എത്രയോ സ്ത്രീകളെ ഭാര്യയായി സ്വീകരിച്ചു. സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുഴപ്പം, തന്റെ ഭാര്യമാർക്ക് വേണ്ടി അന്യദേവ മന്ദിരങ്ങൾ പണിതു കൊടുക്കേണ്ടത് ശലോമോന് വന്നു. അതുകൊണ്ട് എന്താ പറ്റിയത്? ശലോമോന് മുൻപും പിൻപും അതുപോലെ ഒരു ജ്ഞാനിയെ ലഭിച്ചില്ലെങ്കിലും നീതിമാന്മാരുടെ പട്ടികയിലും വിശ്വാസികളുടെ പട്ടികയിലും ശലോമോനെ ദൈവം ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അത്യധികമായ ജ്ഞാനമുണ്ടായിരുന്നു. ലോകത്തെ മുഴുവൻ തിരിച്ചറിയുള്ള ജ്ഞാനമുണ്ടായിരുന്നു. ഉറുമ്പുകളുടെ ഭാഷ പോലും തിരിച്ചറിഞ്ഞ ശലോമോനെ വിശ്വാസികളുടെ പട്ടികയിൽ നിന്നും നീതിമാന്റെ പട്ടികയിൽ നിന്നും മാറ്റിയത് ഹിതമില്ലാത്ത വിവാഹം നടത്തിയത് കൊണ്ടാണ്. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, നിങ്ങൾ ജീവന്റെ പുസ്തകത്തിന് പേര് വെട്ടിക്കളയാതിരിക്കേണ്ടതിന് വിവാഹത്തിൽ മാന്യത പുലർത്തിക്കൊള്ളണം. ഹല്ലേലൂയ. വിവാഹത്തിൽ മാന്യത പുലർത്താതെ തന്നിഷ്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും മക്കൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അവരിവിടെ വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് നിങ്ങൾ ചെന്ന് പറയണം, മകനെ, മകളെ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന അനിതപേക്ഷി മടങ്ങി വന്ന ദൈവനിർഭാഗ്യ മുഴങ്കാൽ മടക്കിയാൽ ഒരുപക്ഷെ ദൈവം തൂത്ത് എഴുതി ചേർത്തേക്കുമായിരിക്കാം. അല്ലെങ്കിൽ തലമുറ നീക്കം ചെയ്യപ്പെട്ടിരിക്കാം. ജീവന്റെ പുസ്തകത്തിന് നീക്കം ചെയ്യപ്പെട്ടിരിക്കാം. അങ്ങനെ നീക്കം ചെയ്യപ്പെട്ട തലമുറയുടെ മാതാപിതാക്കളായി നിങ്ങൾ മാറരുത്. എന്റെ ദൈവശബ്ദം കേൾക്കുന്ന എന്റെ യുവതികളോട്, യുവാക്കളോട് പറയട്ടെ, ദൈവം നീക്കം ചെയ്ത പുസ്തകത്തിൽ ആകാതിരിപ്പാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരത്തിൽ വിവാദത്തിൽ മാന്യത പുലർത്തിക്കൊള്ളതാണ്. അതുകൊണ്ട് ബോധിച്ചവരെ ഇണയാക്കി ചേർക്കുവാനല്ല ദൈവം നമ്മെ തിരിച്ചിരിക്കുന്നതാണ്. ദൈവം കൂട്ടിച്ചേർന്നതിന് ഇണയായി ചേർത്താൽ ലോകയുടെ കടത്തു നിന്ന് നിന്റെ കുടുംബത്തിന് ഒരു വിടുതൽ കിട്ടും, നിന്റെ സഭയ്ക്കും ഒരു വിടുതൽ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വിവാഹത്തിൽ മാന്യതയില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നത്തെ കാല ഇടം പറ്റിയതുകൊണ്ട് തന്നിഷ്ടത്തിൽ തന്റെ ഭാര്യമാരെ ചേർത്ത് നടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലൊരു കാര്യം എന്നോർത്തു, ഈ സഭയോടും ദേശത്തോടും പറയുക, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ സഭ മുഴങ്കാൽ മടക്കിക്കൊള്ളണം. എന്റെ തലമുറ, എന്റെ മകൻ, എന്റെ മകൾ തന്നിഷ്ടത്തിൽ വിവാഹം കഴിക്കരുതെന്ന ആഗ്രഹമുള്ളവർ ദൈവത്തിന്റെ സന്നിധി മുഴങ്കാൽ മടക്കിക്കൊള്ളണം. കാര്യം തലമുറ എന്ന് പറയുന്നത് വളരെ മോശമാണ്. 78-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാൽ 78-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാൽ, നമ്മുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും വക്രതയുമുള്ള തലമുറ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നോകലകാലം അങ്ങനെയായിരിക്കും. ശാഠ്യം, നിർബന്ധ ബുദ്ധി, നിർബന്ധ ബുദ്ധി. ഹല്ലേലൂയ. ഇന്ന് നല്ല പല മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഭയപ്പെടുന്നതിന് കാരണം അവന്റെ ഈ ശാഠ്യതയുണ്ട് എന്നുള്ളതാണ്. 2, അപ്പനമ്മമാരോട് സത്യം പറയാത്ത തലമുറ. വക്രത, വക്രത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശാഠ്യം, നിർബന്ധ ബുദ്ധി. നിർബന്ധ ബുദ്ധിയുള്ള മക്കളും സത്യം പറയാത്ത മക്കളും നിങ്ങൾ
കുടുംബത്തിന് മറ്റൊരു നാശം വേണ്ടത്. ആ കുടുംബത്തിന് മറ്റൊരു നാശം വേണ്ട. ഇത് തന്നെ നാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ നിങ്ങൾക്കൊരു ശാപമാണ്. ഇത് തന്നെ നിങ്ങൾക്കൊരു ദുഃഖമാണ്. അങ്ങനെ ഒരു തലമുറകളെ ശപിക്കരുത്. മുഴങ്കാൽ മടക്കിക്കൊള്ളണം. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ വക്രതയും ശാഠ്യവുമുള്ള തലമുറ, ഈ വക്രതയും ശാഠ്യമുള്ള തലമുറ ഉപദേശം ചെവിക്കൊള്ളില്ല, വചനം ചെവിക്കൊള്ളില്ല. അവർക്ക് ദൈവത്തോടും ദൈവിക വചനത്തോടും ഒരു പ്രതിബദ്ധതയുമില്ല. ഒരുപക്ഷെ നോക്കിയുടെ കാലത്ത് തലമുറയുടെ അവസ്ഥ അതല്ല, അന്ന് മറ്റൊന്നല്ലായിരുന്നു. അതുകൊണ്ടല്ലേ 120 വർഷം ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചിട്ട് അവരെ ജനിപ്പിച്ച പിതാക്കന്മാര്, അവരെ പ്രസവിച്ച മാതാപിതാക്കളും, അവർ പോറ്റി വളർത്തിയ കുഞ്ഞുങ്ങളും വചനത്തെ ശ്രവിച്ചില്ല, ഉപദേശത്തെ ഉൾക്കൊണ്ടില്ല, അവർ ദൈവമുമ്പാകെ നിന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധിയിൽ അവർ പെട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഉപദേശം പറയുമ്പോൾ അവർ കണ്ണുരുളി നമ്മളെ കാണിച്ചാൽ ഓർത്തുകൊള്ള, ഉപദേശത്തെ നിഷേധിക്കുന്നവനാ അവൻ പോകുന്നത് വലിയൊരു നാശത്തിലേക്കാണ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവനൊന്നും നന്നാവില്ല എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. നിങ്ങളുടെ വേദപുസ്തകത്തിലുമുണ്ട്, എൻ്റെ വേദപുസ്തകത്തിലുമുണ്ട്. ഇങ്ങനെയുള്ളവനൊന്നും നന്നാവത്തുമില്ല, അങ്ങനെയുള്ളവന്റെ വീടും നന്നാവത്തില്ല, ഇങ്ങനെയുള്ളവനും പിന്നന്നാവത്തില്ല, അവന്റെ മാതാപിതാക്കളും നന്നാവത്തില്ല. കാര്യം മക്കളുടെ ജീവിതത്തിന്റെ ദുർവ്യത കണ്ടുകൊണ്ട് അവരും ആത്മീയതയിൽ നിന്ന് പിന്മാറിപ്പോകാം. എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിയെ, നീ മുഖാന്തരം നിന്റെ അമ്മയുടെ നിത്യ നഷ്ടപ്പെടരുത്. നീ മുഖാന്തരം നിന്റെ അപ്പന്റെ നിത്യ നഷ്ടപ്പെടരുത്. നീ മുഖാന്തരം നിന്റെ അപ്പന്റെ അമ്മയുടെ സന്തോഷം നഷ്ടപ്പെടരുത്. അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. ഏതെങ്കിലും ഒരു തലമുറ ഇന്ന് രാത്രിയിൽ എന്നെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തിരുത്താനുള്ള സമയമായി ഈ രാത്രി, നിനക്ക് മാനസാന്തരപ്പെടാനുള്ള രാത്രിയായി ഈ രാത്രി. കാരണം ശാഠ്യവും വക്രതയും വെച്ച് പുലർത്തുന്നത്രയും കാലം സമുദായം നന്നാകുകയില്ല, സമൂഹം നന്നാകുകയില്ല, സഭ നന്നാകുകയില്ല, കുടുംബം നന്നാകുകയില്ല, വ്യക്തികൾ നന്നാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ അവർ നന്നാകേണ്ടതിന് ദൈവത്തിന്റെ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. അങ്ങനെ ദൈവത്തിന്റെ ഉപദേശത്തെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു സമൃദ്ധി വെച്ചിട്ടുണ്ട്. ഏതാനും തലമുറയെ കൂടെ സൂചിപ്പിക്കാൻ ഞാൻ സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം അതിന്റെ 11 മൈക്കിവിടെയാണ് വായിക്കണം നല്ലതായിരിക്കും. ആളുകൾ 11, 12, 13, 14 വാക്യങ്ങൾ, സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം അതിന്റെ 11, 12, 13, 14 വാക്യങ്ങൾ. ഹല്ലേലൂയ. അമ്മയെ അനുഗ്രഹിക്കാത്തവർ, അമ്മയെ തള്ളയെന്നും മറ്റും പറഞ്ഞു വിളിക്കുന്നവർ ഈ ഗുണത്താണ്. ഹല്ലേലൂയ. അഗൂർ പറയുകയാ, അത് നാശത്തിന്റെ തലമുറയാ, നാശത്തിന്റെ തലമുറയാ. അപ്പനോട് എന്നെ ജനിപ്പിച്ചത് എന്തെന്ന് ചോദിക്കരുതെന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ അപ്പനോട് ചോദിക്കാറുണ്ട്, നീ എന്നെ ജനിപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്ന യഹോവയ തലമുറയോട് പൊറുക്കില്ല എന്ന് ഓർക്കുക. ആകയാൽ അപ്പനെ ശപിക്കുന്ന തലമുറയാകരുത്, അമ്മയെ അനുഗ്രഹിക്കാത്ത തലമുറയും ആകരുത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രിയിൽ പറയട്ടെ, നിങ്ങൾ അപ്പനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാശത്തിന്റെ തലമുറയാണ്, ഈ നശിച്ച ലോകത്തിന്റെ തലമുറയാ. ഹല്ലേലൂയ. ഈ തലമുറയെ നമുക്ക് വീണ്ടെടുക്കണം. ഈ തലമുറ മാനസാന്തരപ്പെടണം. ഈ തലമുറ മാനസാന്തരപ്പെടണമെങ്കിൽ മുഴങ്കാൽ മടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം, കണ്ണീരോടുകൂടി കരയുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം. അതുകൊണ്ട് ഈ സഭയോട് വിളിച്ചു പറയട്ടെ, ഇവിടെ തകർന്ന തലമുറകളുണ്ട്, വഴിയിൽ കിടക്കുന്ന തലമുറയുണ്ട്, പാടശേഖരത്തിൽ ബോധമില്ലാതെ കിടക്കുന്ന തലമുറയുണ്ട്. ആ തലമുറയെ കുറിച്ച് നിങ്ങൾ ആരെയും നിലവിളിച്ചില്ല എങ്കിൽ അയ്യോ നിങ്ങൾക്ക് കഷ്ടം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ മടങ്ങി വരട്ടെ, നമ്മുടെ തലമുറകൾ ദൈവത്തെ അറിയട്ടെ, നമ്മുടെ തലമുറകൾ അപ്പനെ തിരിച്ചറിയട്ടെ.
ഒരു തലമുറയായി മാറണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ പറയുകയാ, അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, അടുത്ത തലമുറ നിങ്ങൾക്ക് തന്നെ നിർമര്യാദയായി തോന്നുന്നു. ചിലർ പറയും, ഞാൻ നശിച്ചു, ഞാൻ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ നന്നാവുകയില്ല. അത്തരം തലമുറ ഇവിടെ അധികവും അത് തന്നെയാണ്. എന്നെ ഉപദേശിക്കാൻ എന്ത് ചെയ്യണ്ട, പോരണ്ട, അല്ലേ? എന്നെ ഉപദേശിക്കാൻ പോരണ്ട, നന്നണ്ടമ്മാവ ഞാൻ, കല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ഒരുവെങ്കിലും ഈ സഭയിലുണ്ടെങ്കിൽ ഇവിടെയും നോഹയുടെ കാലത്തെ സന്തതി ഉണ്ടെന്നുള്ളതാണ്. അനുസരണക്കെട്ട തലമുറയുണ്ടെന്നുള്ളതാണ്. അനുസരണക്കെട്ട തലമുറ ഉള്ളത്രയും കാലം സുവിശേഷ പ്രസംഗത്തിന് യാതൊരു പ്രശസ്തി ഇല്ലാതാകും. കാരണം ആ തലമുറ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നോഹ പ്രസംഗിച്ചിട്ട് ഒറ്റ ഒന്നും ചെയ്തില്ല, കേട്ടില്ല. എല്ലാവരും പോയി. അങ്ങനെയെങ്കിൽ ഈരാസഭയോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രളയം വരുന്നില്ല, പ്രളയത്തിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ലോകം അതിവേഗം നശിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണുമായിരിക്കാം. പത്രത്തിൽ ചെറിയൊരു കഴിഞ്ഞ മാസത്തിലാണെന്ന് തോന്നുന്നു, വലിയൊരു ഉപഗ്രഹം കത്തിഭൂമിയിലേക്ക് വീഴാൻ പോവുകയാണ്. ശാസ്ത്രജ്ഞന്മാരത് ഭൂമിയിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ അത് മാറ്റരുത്, കാരണം ദൈവം ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുകയല്ല, ഉരുണ്ട് താഴോട്ട് വീണോട്ടെ. വീണാൽ എന്നെപ്പോലുള്ളവർക്ക് ദുഃഖമൊന്നുമില്ല, വരാം. പ്രത്യാശയുള്ളവർ പറഞ്ഞു പോകും. പ്രത്യാശയുള്ള തീ കപ്പെടുകയില്ല. ആ തീ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ കർത്താവിന്റെ വരവിൽ പ്രത്യാശയുള്ളവർ എടുത്തുകൊള്ളപ്പെടും. പിന്നെ എന്തിനാ തീ വരുന്നതിനെ കുറിച്ച് ദൈവമക്കൾ പേടിക്കുന്നത്? ഉരുണ്ട് കത്തട്ടെന്ന്, മൊത്തം കത്തട്ടെന്നാ. കത്തുന്നതാരാ? കത്തിപ്പോകുന്ന ഉപദേശം കേൾക്കാത്തവനേ ഉള്ളൂ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവനേ ഉള്ളൂ, കൽപ്പന അനുസരിക്കാത്തവനേ ഉള്ളൂ കത്തിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തിനു പേടിക്കണം? രക്ഷിക്കപ്പെടാത്തവൻ ഭൂഗോളം വരുമ്പോൾ പേടിച്ചാൽ മതി. ഗ്രഹങ്ങൾ കത്തി ഭൂമിയിലേക്ക് വന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവൻ പേടിച്ചാൽ മതി. കാരണം വീണ്ടെടുക്കപ്പെട്ടവന് തീ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഉപവാസത്തിൽ നിൽക്കുന്നവനെ തീ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഭൂമി നശിക്കുന്നതിന് മുമ്പേ നമ്മൾ മറുകരയെത്തും. പ്രത്യാശയുള്ളവർ ദൈവത്തെ ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് നമ്മളെന്നെ പഠിക്കാതെ. ഞാൻ പലപ്പോഴും പറയും, മഹോദര കാലത്തെ കുറിച്ച് നമ്മളെന്തിനെ പഠിക്കുന്നത്? മഹോദര കാലത്തെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടല്ലോ. മഹോദരം വരുന്നതിന് സഭ എടുത്തുകൊള്ളപ്പെടുകയല്ലേ? അല്ലെ, നല്ല വിശുദ്ധന്മാർ എടുത്തുകൊള്ളപ്പെടും. പിന്നെ ഊരോ നടക്കോ വെട്ടുകയോ കുത്തുകയോ ചെയ്യുന്ന നിൽക്കുന്നവരല്ലേ അനുഭവിക്കുന്നത്. അത് കൊള്ളാതിരിപ്പാൻ, വെട്ടിക്കത്തി കുത്തും കൊള്ളാതിരിപ്പണമെങ്കിൽ വചനമനുസരിച്ച് വിശുദ്ധമായി ജീവിച്ചു കൊള്ളണം. അങ്ങനെ ജീവിച്ചാൽ അവൻ അതിന് മുമ്പ് ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെടും. ദൈവമക്കളെ, അതുകൊണ്ട് പറയുന്നു, അപ്പനെ അനുസരിക്കാത്ത മക്കൾ, അമ്മയെ ശപിക്കുന്ന മക്കൾ, പിന്നെ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്ന അഹങ്കാരത്തിന്റെ കണ്ണുകളുള്ള മക്കൾ അപ്പനെ അമ്മയെ കുത്തിച്ചു നോക്കുകയാ, സ്നേഹിതന്മാരെ കുത്തിച്ചു നോക്കുക, സുവിശേഷം പറയുന്നവരെ കുത്തിച്ചു നോക്കുകയാ. അവന്റെ കണ്ണ് തള്ളി നിൽക്കുകയാ. അവന് നല്ലത് തിരിച്ചറിയാൻ അവന്റെ കണ്ണ് കാണുന്നില്ല, നല്ലത് കണ്ടെത്താൻ അവന്റെ കണ്ണിരിക്കുന്നില്ല. അവന്റെ കണ്ണത്ര ഊന്തിയിരിക്കുന്ന കണ്ണുകൾ ഊന്തിയ തലമുറ, നീതിയെ കാണാത്ത തലമുറ, ദുഷ്ടത മാത്രം കണ്ടുപിടിക്കുന്ന തലമുറ, കോപത്തിന്റെ കണ്ണുകൾ കൊണ്ട് നീങ്ങുന്ന തലമുറ. ആ തലമുറ നമ്മുടെ ചുറ്റുമുണ്ട്. എന്തിനാ? നമ്മുടെ കൂടെ നടക്കുന്നവരുടെ കണ്ണുകളും തീട്ടുണ്ട്. ശുശ്രൂഷകന്മാരുടെ കണ്ണുകളും ശുശ്രൂഷകന്മാരുണ്ട്. വിശ്വാസികളുടെ കണ്ണുകളും നിൽക്കുന്ന വിശ്വാസികളുണ്ട്. അങ്ങനെ കണ്ണുകളും വിശ്വാസികളുണ്ടെങ്കിൽ അവർ നഷ്ടപ്പെട്ട തലമുറയുടെ കൂട്ടവകാശിയായി മാറുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാണേണ്ടത് കാണുകയും ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കുകയും ചെയ്യുക. ഉന്തിയ കണ്ണിനെ യഥാസ്ഥാനപ്പെടുത്തിക്കൊള്ളണം. ഉന്തിയ കണ്ണുള്ളവന് യഹോവയ്ക്ക് പ്രിയമല്ല, ദൈവത്തിന് പ്രിയമല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രിയമില്ലാത്തവരായി മാറരുത്.
ഹല്ലേലൂയ. ചുവപ്പിച്ച കണ്ണ്, ഹല്ലേലൂയ. ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഒരു നോട്ടം നോക്കിയാ നമ്മൾ പിടച്ചു പോകും അല്ലേ? ചില മക്കൾ നോക്കുന്ന കാണുമ്പോൾ അമ്മയും അച്ഛനും അകത്തോട്ട് കയറുന്ന കണ്ടിട്ടില്ലേ? അല്ലേ? എലിമാലത്തെ തലയിട്ടിരിക്കുന്ന എലി പൂച്ചക്കുട്ടിയെ കാണുമ്പോൾ തലഭാഗത്തോട്ട് വലിക്കുന്നവരെ വിളിക്കാം. എന്നിട്ട് അമ്മ ചോദിക്കും അവൻ പോയോ, അപ്പൻ ചോദിക്കും അവൻ പോയോ. എവിടെ പോയതാണെന്ന് അറിയത്തില്ല, അവൻ പോയോ എന്നാ ചോദ്യം. ഒരർത്ഥത്തിൽ പോയാൽ മതി എന്നായിരിക്കും മനസ്സിലെ ചിന്ത. ഹല്ലേലൂയ. അങ്ങനെ തലമുറയെ പേടിച്ച അകത്തെലി പോലെ ഇരിക്കുന്ന അമ്മയപ്പന്മാരുണ്ട്. ഹല്ലേലൂയ. ഇത് നാശത്തിന്റെ തലമുറയാ. കർത്താവിന്റെ വരവിനെ നിന്റെ വിട്ട് വിളിച്ചു കാണിക്കുന്ന തലമുറയാ. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, കൺമുന്തിയവൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്നെ ശപിക്കുന്നവൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ഒരർത്ഥത്തിൽ നോഹയുടെ കാലം പോലെ നശിച്ച കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയാണ് വചനം കേട്ട് മനസ്സങ്കടപ്പെടേണ്ടത്. ഇവിടെയാണ് തിരുവചനത്തെ അംഗീകരിക്കേണ്ടത്. ഇവിടെയാണ് ഉപദേശിക്കുന്നവനെ അംഗീകരിക്കേണ്ടത്. ഇവിടെയാണ് ഉപദേശിക്കുന്നവനെ നിങ്ങൾ കരം കൊടുക്കേണ്ടത്. ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടവനെ പ്രാർത്ഥിക്കുന്നവനെ നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടത്. ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടവന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെയാണ് നിലവിളിക്കുന്നവനെ കൂട്ടുപിടിക്കേണ്ടത്. ഇവിടെയാണ് നിലവിളിക്കുന്നവന്റെ കൂടെ ഇരുന്ന് നിലവിളിക്കേണ്ടത്. വ്യക്തമായ തെളിവിൽ വിശ്വാസ ജീവിതത്തെ നയിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിന്റെ പേരിൽ അടുത്ത വാക്യം, അടുത്ത അവരുടെ മുൻപല്ല് വാളായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. കടിച്ച് കീറുന്ന വാക്കുകൾ കൊണ്ടും കടിച്ച് കീറുന്ന ഭാഷകൾ കൊണ്ടും മുറിവേൽപ്പിക്കുന്ന ഭാഷകൾ കൊണ്ട് നിങ്ങളെ തകർത്ത് കളയുന്ന ഒരു തലമുറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുടെ വാക്കുകൾ, അപ്പനോടും അമ്മയുടെ വാക്കുകൾ കേട്ടാൽ അവർ ചാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് എത്രയോ അപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്, സാറേ ഇവന്മാരുടെ ഇടയിൽ നിന്ന് ചാവാൻ പ്രാർത്ഥിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ദയനീയ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുകയും, പക്ഷെ ഇവർ ചാകാൻ പ്രാർത്ഥിക്കാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് കർത്താവേ നീ എത്രയും പേര് സമാധാനത്തിന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ. കാര്യം മുടിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എത്രയോ അപ്പന്മാർ പറഞ്ഞു ഇവരുടെ ഇടയിൽ ഇങ്ങനെ ചാവാനല്ല, ഇത് പോയാൽ മതിയായിരുന്നു, തല പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ അപ്പനും അമ്മ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തിരിച്ചെടുത്തോണേ. ഹല്ലേലൂയ. മുൻപല്ല് വാൾ അണപ്പല്ല് കത്തിയായും ഉപയോഗിക്കുന്ന ഒരു തലമുറ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചുറ്റുപാടും ധാരാളമില്ലേ? നമ്മുടെ ഭവനത്തിലില്ലേ? നമ്മുടെ ബന്ധുജനങ്ങളിലില്ലേ? നമ്മൾക്ക് പിറന്ന കുഞ്ഞുങ്ങൾ തന്നെ നമ്മളെ കടിച്ച് കീറുകയല്ലേ? അപ്പൊ മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ ചുരുട്ടിക്കുട്ടി പാടത്ത് കളയുന്ന തലമുറ ഏൽപ്പിക്കുന്ന അകത്താണ്. മനസ്സിലായോ? മര്യാദ ചെയ്യുന്നില്ലെങ്കിൽ കാലെ പിടിച്ച് കൊണ്ടിടും. അവനെ കാലെ പിടിച്ച് പാടത്തിടാൻ അവനെ പ്രാപ്തനാക്കിയത് ആ പാടത്തെ ചെറുചേറിന്റെ മണമാണെന്ന് അവൻ മറന്നുപോയി. ഹല്ലേലൂയ. തലമുറയെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകണം, മാതാപിതാക്കളെ അംഗീകരിക്കുന്നവരാകണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് അപ്പനമ്മമാർ പറയുന്ന പെൺകുട്ടി വിവാഹം കഴിപ്പാൻ സന്നദ്ധരാകണം. അല്ലെങ്കിൽ വിളിച്ചു കൂട്ടിച്ചോണ്ട് വന്നിട്ട് 6 മാസം വീട്ടിൽ താമസിച്ചിട്ട് 7-ാം മാസം പള്ളിയിൽ ചേർത്ത് കല്യാണം നടത്തുന്നതല്ല വിവാഹം മാന്യമായി തന്നെ കാണണം. വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവം കൂട്ടിച്ചേർത്ത് ഇവരെ മനുഷ്യർ വേർതിരിക്കരുത്. മനുഷ്യൻ വേർതിരിക്കാതിരിക്കണമെങ്കിൽ ദൈവം കൂട്ടിച്ചേർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് യുവാക്കളൊക്കെ ഓർത്തോളണം. കാരണം ദൈവത്തിന് ഹിതമായിട്ട് പരിമരപ്പോൾ പറഞ്ഞത് എന്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലം ഇരിക്കുകയില്ല. അതുകൊണ്ട് എന്റെ 4-ാം വാക്യം, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. മല്ലന്മാർ, ഗുണ്ടകൾ. കാരണം നോഹയുടെ കാലത്തിൽ പ്രത്യേക ഗുണ്ടകൾ, കൂലിക്കടിക്കുന്നവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ.
ആദ്യകാലത്തെ നായനാർ സർക്കാരിന്റെ കാലത്തും പിന്നീടുള്ള സർക്കാരത്തും നിങ്ങൾ പത്രത്തിൽ വായിച്ചൊരു ഗുണ്ടാ നിയമം പാസ്സാക്കിയത്. ഗുണ്ടാ നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കിയപ്പോൾ ഞാനും ഓർത്ത് കർത്താവേ, നോഹയുടെ കാലത്താണ് ഞാനും ജീവിക്കുന്നത്. കാരണം ഇവിടെ മല്ലന്മാരുണ്ട്, ഗുണ്ടകളുണ്ട്. അവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാര്യമൊന്നും ചോദിക്കത്തില്ല. കൊലപാതകവും അക്രമവും അതിക്രമവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ഗുണ്ടകൾ പോരാഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇപ്പൊ ബംഗാളിൽ ഒത്തിരി പേര് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കൊലപാതകവും കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും നോക്കുമ്പോൾ കേരളത്തെക്കാൾ കൂടുതൽ പിടിക്കുന്ന ബംഗാളികളെയാ. കേരളവും ബംഗാളും തമ്മിൽ തെങ്ങുള്ളത് കൊണ്ട്, കപ്പയുള്ളത് കൊണ്ട്, വാഴയുള്ളത് കൊണ്ട്, സാമ്യമുള്ളത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ മല്ലന്മാർക്ക് സമമായി ബംഗാളി മല്ലന്മാരുടെ വീണുകൊണ്ടിരിക്കുക. അന്നത്തെ കാലത്ത് ഇവിടെ മല്ലന്മാരുണ്ടായിരുന്നു. സഭകളിലും മല്ലന്മാരുണ്ട്, കൂട്ടായ്മകളിലും മല്ലന്മാരുണ്ട്, കുടുംബങ്ങളിൽ മല്ലന്മാരുണ്ട്. സഭയിൽ എന്തെങ്കിലും പ്രസംഗം നടക്കുമ്പോൾ മുണ്ട് മടക്കി കുത്തി കയറി വരുന്നവന്മാരെ കണ്ടിട്ടുണ്ടോ? അവന്മാരാണ് ഈ ടൈപ്പ് മല്ലന്മാർ. നോക്കിയുടെ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. അവരാകെയും വകവെക്കാത്തവരാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ മുണ്ട് മടക്കി കുത്തി തന്റെ ഇടത്തോടുകൂടി നമ്മെ ചോദ്യം ചെയ്യാൻ ഒരുവൻ വരുന്നുവെങ്കിൽ അവൻ നോക്കിയുടെ കാലത്ത് മല്ലന്മാർക്ക് തുല്യരാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈദ്യുതി ഒരു കാര്യം ഓർത്തുകൊള്ളണം. വേദപുസ്തകം പറയുന്നത് അന്ന് ഇന്ന് സത്യമാണ്. അന്ന് മല്ലന്മാരുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും മല്ലന്മാരുണ്ട്, ഇന്നും ഗുണ്ടകളുണ്ട്, ദൈവത്തെ അനുസരിക്കാത്തവരുണ്ട്, മനുഷ്യരെ അനുസരിക്കാത്തവരുണ്ട്. അനുസരണം കെട്ടവരുടെ കൂട്ടമാ മല്ലന്മാരുടെ കൂട്ടം. അവർ ഏതിനും തയ്യാറാകും. ഇന്ന് വെട്ടാനും കുത്താനും ഒക്കെ ജനപ്പെടും. ഈ കേരളത്തിൽ ധാരാളം ജനങ്ങളുണ്ട് കേട്ടോ. കാശിന് കൊല്ലാൻ നടക്കുന്നവർ പത്രം തുറന്നു നോക്കിയാൽ അത് മാത്രമേ കാണാനുള്ളൂ. കാരണം അന്ന് നോഹയുടെ കാലത്ത് പത്രമില്ലായിരുന്നുവല്ലോ. അന്നെങ്കിൽ അന്നത്തെ വാർത്തയും ഇതൊക്കെ തന്നെയായിരുന്നല്ല. ഇന്നത്തെ വാർത്തയ്ക്ക് സമാനമായ വാർത്തകൾ അന്നും ഉണ്ടായേണ്ട. ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഓർക്കുക, എന്റെ പ്രിയന്റെ വരവോടത്ത് അപ്രതീക്ഷിതമായ വരവിങ്ങനാണ് നാം നിൽക്കുന്നത്. ചിലർക്കൊക്കെ തോന്നലുണ്ട് വേദപുസ്തക പ്രവചനങ്ങളൊക്കെ. ഈ വേദപുസ്തകത്തിന്റെ പ്രവചനങ്ങളൊന്നും നടക്കാൻ പറ്റില്ലെന്നേ. ഈ ശബ്ദം, ഈ വെളിച്ചം ദൈവപുസ്തകത്തിന്റെ പ്രവചനമാണ്. അറിയാമോ? ഈ ശബ്ദവും ഈ വെളിച്ചവും ഈ വേദപുസ്തകത്തിന്റെ പ്രവചന. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ ആ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അവർ നീരൊഴുക്കുകളെ ചോരാതെ നിർത്തി അതിൽ നിന്ന് ഗുപ്തമായി ഇതിനെ പുറത്തു കൊണ്ടിരുന്നതാണ്. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം തടഞ്ഞു നിർത്തി അതിൽ നിന്ന് ഗുപ്തമായി ഇതിനെ പുറത്തുണ്ട്. വെള്ളത്തിലെ ഗുപ്തത ഇലക്ട്രിസിറ്റി, വൈദ്യുതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നദിയിൽ അണകെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് ദർശകനായ ഇയ്യോബ് പറഞ്ഞു, ജനം ഈ നീരൊഴുക്കുകളൊക്കെ തടഞ്ഞു നിർത്തും. അതിൽ ഒളിച്ചിരിക്കുന്ന മഹാശക്തി ഉണ്ട്. ആ ശക്തിയെ ദൈവം പുറത്തു കൊണ്ടുവരിക. ആ ശക്തി കൊണ്ടാണ് ഇന്ന് കേരളം മുഴുവൻ വെട്ടം കാണുന്നത്. കേരളം മുഴുവൻ നിങ്ങൾ സ്വിച്ച് ഇടുമ്പോഴും നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഓർക്കുക, പ്രവചനത്തിലാണ് തൊട്ട് കളിക്കുന്നത്. വെളിപ്പാടുകളിലാണ് വിട്ടുകളിക്കുന്നത്, ദർശനത്തിലാണ് തൊട്ട് കളിക്കുന്നത്. ഇന്ന് വരെ സ്വിച്ച് ഇട്ടിട്ട് ആരും ഓർത്തിട്ടുണ്ടോ ഞാൻ ദർശനത്തില തൊട്ടെന്ന്, ഞാൻ ദൈവവചനത്തില തൊട്ടെന്ന്, ദൈവം പറഞ്ഞ തൊട്ടെന്ന് ആരെയും വിചാരിച്ച് നിങ്ങൾ സ്വിച്ച് തൊട്ടിട്ടില്ല. പക്ഷെ ഇന്ന് തൊട്ട് തൊടണം. വിടുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ഓർക്കുക, ഞാൻ പ്രവചനത്തിൽ എത്തിയിരിക്കുകയാ. പ്രവചനം എന്റെ കണ്ണുമ്പിൽ വന്നിരിക്കുന്നു. അതിനേക്കാൾ വ്യക്തമായ ഒരു പ്രവചനം പറയാം. കാരണം നിങ്ങൾ JCB കണ്ടിട്ടില്ല? JCBയുടെ കൈ കാണുന്നില്ല, കൈ പോലെ. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രവാചകനായ ദർശകനോ ഇയ്യോബ് പറഞ്ഞ, അവർ ചീങ്കൽ പാറയിലേക്ക് കൈയിലിട്ട് അതിനെ വേരോടെ പറിച്ചു കളയും. JCB എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു കൈയുടെ ദർശനം കണ്ടിട്ട്, കൈകൾ മലകളെ മാന്തുന്ന കണ്ടിട്ട്, കൈകൾ വൃക്ഷങ്ങളെ പരത്തുന്ന കണ്ടിട്ട് ഇയ്യോബ് പറഞ്ഞ, ഒരു കൈയൊരിക്ക ചീങ്കൽ പാറയിലേക്ക് നീട്ടുക. ഇങ്ങനെയാണ് കൈ നീട്ടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് മണ്ണ് മാന്തുന്ന JCBയുടെ ആ കവിളിന്റെ കൈക്കകത്ത് 5 മുട്ടുകളുണ്ട്. ശ്രദ്ധിച്ചറിയാം. ഇന്ന് 2 മുട്ടും 3 മുട്ടും ഉള്ളതുണ്ട്. അതിൽ കണ്ടുപിടിച്ച് 5 പേരിലാണ്. അതിൽ 5 മുട്ടുണ്ട്. അത് എണ്ണിയപ്പോഴും ഞാനിങ്ങനെ ഓർത്തു, എന്റെ കർത്താവേ, നിന്റെ ഭക്തനായ ഇയ്യോബ് കണ്ട ദർശനം എത്രയോ വലുതാണ്. ആ ദർശനം കണ്ട അങ്ങയുടെ വചനത്തെ അനുസരിപ്പാൻ ഈ നൂറ്റാണ്ടിൽ ഞാൻ ജനിച്ചതിനായി സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞാൻ ജീവിക്കുന്നതും ഞാൻ നിൽക്കുന്നതും പ്രവചനം കണ്ടുകൊണ്ടാണ്, പ്രവചനത്തിന്റെ അധികാരത്തിലാണ് നിങ്ങൾക്ക് പറയുവാൻ പറ്റുന്നുവെങ്കിൽ ഒരു കാര്യം
ഓർക്കുക, ഒരു ന്യായവിധി വരുന്നുണ്ട്, ഒരു ന്യായവിധി വരുന്നുണ്ട്. കർത്താവ് വരുന്നുവെന്ന് 2025 വർഷമായി പ്രസംഗിക്കുകയാ. ഈയിടെ യൂട്യൂബിലെടുത്ത് ചോദിക്കുന്നത് കേട്ട, കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വരാനെന്ന് ചോദിക്കുന്നത് കേട്ട. തർക്കത്തിന്റെയാണ്, നിരീശ്വരവാദികളുടെ തർക്കത്തിൻ്റെതാണ്. അവനെന്താ വരാത്തത്? നമ്മുടെ കർത്താവ് വരും 2000 വരുമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചില ആരംഭങ്ങൾ പറഞ്ഞതാണ്. അതിലൊരു ആരംഭമാണല്ലോ അന്ന് ഈ കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോകുന്നു. അന്ന് പ്രധാനപ്പെട്ട ജനങ്ങൾ പെരുകി പല്ലന്മാരുണ്ടായി. വിവാഹത്തിന് കൊടുത്തു വിവാഹം കഴിച്ചു പോന്ന തീനും കുടിയും ഒരു പ്രത്യേകതയായിരുന്നു. ഭോഗപ്രിയരായിരുന്ന, ഭക്ഷണപ്രിയരായിരുന്ന അന്നത്തെ കാലത്ത് ജനങ്ങൾ. 2 തിമോഥെയോസ് 3-4 വാക്യം പറയുമ്പോൾ അന്ത്യകാലത്തിന്റെ സൂചന പറയുന്നുണ്ട്. ആ കാലത്ത് ജനം ഭോഗപ്രിയരായി മാറുക. ഈരയിൽ നിന്ന് ഔട്ട് പോസ്റ്റ് വരെ പോകുക. പോട്ടെ, ഔട്ട് പോസ്റ്റിന് ചങ്ങനാശ്ശേരിയിൽ പോകുമ്പോൾ ഇടംബലം നിങ്ങൾ നോക്കിയാൽ രാവിലെ 11 മണി കഴിഞ്ഞാൽ എത്രയോ ബെച്ചിക്കടകളാണ് പൊങ്ങിയിരിക്കുന്നത്. രാത്രി 6-ന് ശേഷം നോക്കിയാൽ എത്രയോ തട്ടുകടകളാണ് പൊങ്ങിയിരിക്കുന്നത്. ഈ തട്ടുകടകളും ബെച്ചിക്കടകളൊക്കെ പൊങ്ങുമ്പോൾ ഓർക്കുക, അന്ത്യകാലത്ത് മനുഷ്യൻ ഭോഗപ്രിയരായി മാറുക, ഭക്ഷണപ്രിയരായി മാറുക. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഭോഗപ്രിയന്മാർ, ഭക്ഷണപ്രിയന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വായിലേക്ക് വെക്കുന്നത് കർത്താവിന്റെ വരവിന്റെ പ്രവചനത്തിന്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്കാർക്കും അല്ലേ പറയാൻ തോന്നുന്നില്ല, കാരണം നിങ്ങൾ പ്രിയരായോണ്ടായിരിക്കാം. തട്ടുകടയിലും മറ്റുള്ള ഹോട്ടലുകളിലും ഒക്കെ ഞാൻ ഇവിടെ തിരുവനന്തപുരത്തിന് പോയി മടങ്ങി വന്നപ്പോൾ നമ്മുടെ അടൂരിന്റെ ബൈപ്പാസ് ദൂരം 1.5 കിലോമീറ്റർ ദൂരമുള്ള 1.5 കിലോമീറ്റർ ഇടംബലമായി ഹോട്ടൽ എണ്ണിയപ്പോൾ 16 ഹോട്ടലുകളുണ്ട് 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ. ഈ 16 ഹോട്ടലിൽ തട്ടുകടയിൽ നിറച്ച ആളാണ്. എന്താണ്? മനുഷ്യൻ ഭോഗപ്രിയരായി മാറി, തീറ്റിപ്രിയരായി മാറി. ഈ ഹോട്ടലുകളും തട്ടുകടകളൊക്കെ പൊങ്ങുമ്പോൾ ഓർക്കുക, കർത്താവിന്റെ പ്രവചനം നിന്റെ കൺമുമ്പിലുണ്ട്. അവിടെ പോയി നീയും നിങ്ങളും ഞാനും ഭക്ഷിക്കുമ്പോൾ പ്രവചനമാണ് അകത്തേക്ക് വിടുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ ദൈവമക്കളെ. കാലിലപ്പം നിങ്ങളും ഞാനും കർത്താവിന്റെ ജനം പ്രതീക്ഷിക്കാത്ത വരവിന്മേലുള്ള ആരംഭത്തിന്റെ അംശങ്ങളായി മാറിയിരിക്കുന്ന അഹങ്കാരിയെ ഇല്ലാത്തവരുണ്ട് പറയണ്ടല്ലോ. പോകെ ഈ കാലത്തും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, അതേ ഉള്ളൂ നമ്മുടെ ഇടയിൽ, അതേ ഉള്ളൂ അല്ലേ? ഞാനും നിങ്ങളെ നന്ദി കേട്ടവരാണ് ആണെന്ന് പറഞ്ഞു. അതേ സത്യമല്ലേ? പിന്നെ അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവരും, അജേന്ദ്രന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ദ്രോഹികളും, ദാർഷ്ട്യക്കാരും, നിങ്ങളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി. അതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ കടന്നു വന്നിട്ട് വിടുകയാണ് അല്ലെ? പ്രസംഗം കൂട്ടായ്മയൊക്കെ വളരെ ക്ഷേമമായി പോകും അല്ലെ? കഞ്ഞിയും പേരും കൊടുത്താൽ ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്ഷണപ്രിയരായി നടക്കുന്നവർ എന്നെ ഒന്നും ഉണ്ടായിരുന്നു. അതിന്റെ ശക്തി, സുവിശേഷത്തിന്റെ ശക്തി ത്യജിച്ച് കളയുന്ന ഭക്ഷണപ്രിയ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ഉപവാസ ധ്യാനയോഗമാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും ഇത് റെക്കോർഡ് ചെയ്യും, കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ വിട്ടൊഴിയണം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ദോഷം ചെയ്യുന്നവരെ വിട്ടുമാറണം, ഭോഗപ്രിയന്മാരുടെ നിന്ന് വിട്ടുമാറണം, ദൂഷണം പറയുന്നവരിൽ നിന്ന് വിട്ടുമാറണം, ഏഷണി പറയുന്നവരിൽ നിന്ന് വിട്ടുമാറണം, അശുദ്ധന്മാരിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറണം, ദുർനടപ്പുകാരിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറണം, അഹങ്കാരികളിൽ നിന്ന് വിട്ടുമാറണം, ധനം മോഹിക്കുന്നവരിൽ നിന്ന് വിട്ടുമാറണം,
ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ പെരുകുമ്പോൾ ഇവിടെ ചിലരെ കാണാതെ വരും. കാണാതെ വരുമ്പോൾ തപ്പി നടന്നാൽ കിട്ടത്തില്ല, അങ്ങ് പോകും. അങ്ങ് പോകും. അങ്ങ് പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ കൊടുത്തില്ലേ? അതുകൊണ്ട് ഒന്ന് തീറ്റി കൊടുത്തോളാം. ആരായി മാറണം? യഥാർത്ഥ വിശ്വാസിയായി നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കഷ്ണം കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് വാസന ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ പിശാച് ഈ കല്ലുകളൊക്കെ ചോദ്യം ദൈവം എങ്കിൽ കർത്താവ് നീ കൂടെ പോയി. അപ്പം കൊണ്ട് മാത്രമല്ല, എൻ്റെ പിതാവിൻ്റെ വായിലെ വചനവും എനിക്ക് ആഹാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ദിവസം ഭക്ഷണം കഴിച്ച് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് എനിക്ക് ശക്തി പ്രാപിക്കാമെങ്കിൽ ഉപവാസം തീരുമ്പോൾ ഫ്രൈഡ് റൈസ് ഇടണോ? വേണോ? ഉപവാസം കഴിഞ്ഞ് വയറ് കഴിച്ച് ആഹാരം കഴിച്ച് 3 ദിവസം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഉപവാസത്തോട് വീട്ടിൽ പോകാൻ പിറ്റേ ദിവസം പണിക്ക് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്താവരുത്? ഭോഗപ്രിയരാണ്. അപ്പൊ ഈ തട്ടുകടകളൊക്കെ കർത്താവിന്റെ വരവിന്റെ സൂചനയാണ്. പുതിയ ഹോട്ടലുകളൊക്കെ കർത്താവിന്റെ വരവിന്റെ സൂചനയാണ്. ഹല്ലേലൂയ. ഇന്ന് വീടുകളിൽ കഞ്ഞിവി പലയിടത്തുമില്ല. ഹല്ലേലൂയ. എല്ലാവരും വഴിയോരങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയാണ്. വഴിയോരങ്ങളിൽ ഭക്ഷിച്ച് വഴിയോരത്ത് കിടക്കുന്നവരും ഉണ്ട്. ഹല്ലേലൂയ. അത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. വഴിയോരത്ത് ഭക്ഷിച്ച് വഴിയോരത്ത് ഉറങ്ങുക, വഴിയോരത്ത് വിശ്രമിക്കുകയാണ്. ഇതുപോലെയായിരുന്നു നോഹയുടെ കാലത്ത് ഒറ്റയൊന്നും ഗുണപ്പെട്ടവന്മാരില്ലായിരുന്നു. 8 പേരൊഴികെ. ആ 8 പേരിൽ 6 പേരും അപ്പന്റെയും അമ്മയുടെയും വാക്ക് കേട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ മക്കളെ പോലെയുള്ള മക്കളും നോഹയുടെ മരുമക്കളെ പോലുള്ള മരുമക്കൾ നമ്മുടെ കൂടാരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന പെട്ടകം തകർന്നു പോവില്ല, അത് നശിച്ചു പോവില്ല. ന്യായവിധി ഉയരത്തിൽ നിന്ന് മുകളിൽ നിന്നും താഴെയിൽ നിന്നും വന്നാലും പെട്ടകം അതിനെ അതിജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരു അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ബഹളമുണ്ടായി, വഴക്കുണ്ടായി. ഞാൻ നടന്ന സംഭവം കേട്ടപ്പോ എനിക്ക് ആ കുടുംബത്തെ വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്, നീ പറയുന്നില്ല. മരുമകൾ വഴക്കുണ്ടായി. അമ്മായിയമ്മ മരുമകളോട് വഴക്ക് കൊടുത്തപ്പോൾ മരുമകൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു, അമ്മേന്നൊന്നും അല്ല വിളി, ഞാനൊക്കെ പറയാം, വൈകിട്ടില്ല അമ്മ പറയാ, അമ്മ നിങ്ങൾ ഒരു ചാട്ടോ ചാടണ്ട, നിങ്ങൾ കുറച്ച് നേരത്തെ വന്നു, ഞാൻ ഇപ്പം വൈകി വന്നേ ഉള്ളൂ. 2 പേരും മരുമക്കളാണ് പറഞ്ഞു. നിങ്ങൾ കുറച്ച് നേരത്തെ വന്നു, മരുമകളായിട്ടല്ല വന്നത്. ഞാൻ കുറച്ച് വൈകി വന്നു, നിങ്ങളുടെ മരുമകളായിട്ടല്ലേ. ഇപ്പൊ നമ്മൾ 2 പേരാ മരുമകളാണ്. എനിക്ക് തോന്നുന്നു അതോടുകൂടി അമ്മായിമ്മ പോലും നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബുദ്ധിയുള്ള തലമുറയായി എന്നിവിടെ. ഹല്ലേലൂയ. അമ്മായിയമ്മയെ ചോദ്യം ചെയ്ത മരുമക്കളല്ലായിരുന്നു പെട്ടകത്തിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പനെ ശവിച്ച മക്കളല്ലായിരുന്നു പെട്ടകത്തിലുണ്ടായിരുന്നത്. അപ്പൻ ചെയ്ത് എന്തെന്ന് ചോദിച്ച മക്കളല്ലായിരുന്നു പെട്ടകത്തിലുണ്ടായിരുന്നത്. അപ്പൻ ചെയ്തതിനോട് ചേർന്ന് പറഞ്ഞ മക്കൾ, അമ്മ ചെയ്തതിനോട് ചേർന്ന് പറഞ്ഞ മരുമക്കൾ. അങ്ങനെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബം നിത്യതയിൽ നിത്യമായും കാണപ്പെടുക, നിത്യതയിൽ തീർച്ചയായും കാണപ്പെടും. നിർഭാഗ്യവശാൽ അങ്ങനെ നിത്യതയിൽ ഒന്നിച്ചു പോകുന്ന കുടുംബമൊന്നും നമ്മുടെ സഭകളിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ, ഈ 2ാം പ്രതിഷ്ഠാ ദിനത്തിന്റെ വാർഷികത്തിൽ അമ്മ മാത്രം പോകുന്ന, അപ്പം മാത്രം പോകുന്ന, ആ മക്കൾ മാത്രം പോകുന്ന ഒരു കുടുംബമായി പോകരുത്. കർത്താവിന്റെ കാഹളധ്വനി കേട്ടാൽ എല്ലാവരും ഒന്നിച്ചെഴുന്നേറ്റ് ഉടമ്പയായി മാറണം. അപ്പൊ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. ആളുകൾ ഗുണ്ടകളിൽ പ്രത്യേകതയാ. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പിന്നെ പുരാതന കാലത്ത് വീരന്മാർ, ആളുകളെ കീർത്തിപ്പെട്ട പുരുഷന്മാർ എന്നൊക്കെ പറയുന്നുണ്ട്. വീരന്മാരുണ്ടായിരുന്നു, സാഹസികത കാണിക്കുവാൻ തൽപരരായിരുന്നവർ. ഇന്നത്തെ യുവാക്കൾ അത്ര വീരന്മാരാണ്. മലകളിൽ നിന്ന് ചാടുവാനും അങ്ങനെ ഓരോരോ വീരപ്രവർത്തികൾ ജനിപ്പാനും ഒരു തലമുറ നിന്റെ കൂടാരത്തിൽ ഉണ്ടെങ്കിൽ ഓർക്കുക, നോഹയുടെ കാലത്തെ പോലെ വീരം പ്രവർത്തിച്ച് തന്റെ ഇഷ്ടം കാണിക്കുവാൻ, തന്റെ ശക്തി കാണിക്കാൻ ഒരുമിട്ട് പോകുന്ന ഒരു ജനം നോഹയുടെ കാലത്തുണ്ടായിരുന്നത് പോലെ തന്നെ ഇന്ന് നമ്മുടെ കാലത്ത് ഇതുപോലെ ജനമുണ്ട്. പിന്നെ എന്താണെന്നറിയുക, കീർത്തിപ്പെട്ട പ്രശസ്തി കേട്ട പുരുഷന്മാർ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ പല ഭരണകർത്താക്കന്മാർ ഇതിനകത്ത് പെടും. ലോകത്തിലെ വലിയ ഭരണകർത്താക്കന്മാർ ഇതിനകത്ത് പെടും.
എല്ലാവരും ഓരോരോ കേസിൽ കുടുങ്ങി വരാ. കീർത്തിപ്പെട്ട പുരുഷന്മാർ എന്നവിടെ ഉണ്ടായിരുന്നു. ദുർവർത്തമാനം കേൾപ്പിച്ച പുരുഷന്മാർ എന്നവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലും അങ്ങനെ ഒരു അനുഭവം കാണുന്നുവെങ്കിൽ ഓർക്കുക, കർത്താവിന്റെ രഹസ്യ വരവടുത്തിരിക്കുന്നു. കർത്താവിന്റെ രഹസ്യ വരവടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദേശം നമ്മോട് വിളിച്ചു പറയുകയാ, കർത്താവ് ഞാൻ വരാൻ സമയമായി, ഞാൻ രഹസ്യമായി വരാൻ സമയമായി. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുക, ദൈവത്തിന്റെ ജനമേ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകാം. അന്ന് വിവാഹത്തിന് കൊടുത്ത് വിവാഹം കഴിച്ചു പോന്നതുപോലെ ഇന്ന് ലോകപ്രകാരം ജീവിക്കുന്ന ജനം, അതിന്റെ സുൽക്കുരുക്കം ഇതാണ്. ലോകത്തിന്റെ ഹിതത്തിന് ജീവിച്ച ഒരു ജനമായിരുന്നു നോഹയുടെ കാലത്തുണ്ടായിരുന്നത്. ദൈവഹിതത്തിന് ജീവിച്ചവരല്ലായിരുന്നു. ഭൂരിപക്ഷം പേരും ലോകഹിതത്തിന് ജീവിച്ച ഒരേ ഒരു കുടുംബം മാത്രം ദൈവഹിതത്തിന് ദൈവഹിതത്തിന് ജീവിച്ചവർ പെട്ടകത്തിനകത്ത് സുരക്ഷിതരായി ലോകപ്രകാരം ജീവിച്ചവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന വലിയ സമൂഹത്തിന് നമ്മൾ കൂട്ടാളികളാകാതെ രക്ഷിക്കപ്പെടുന്ന ചെറിയ സമൂഹത്തിന് ഓഹരിക്കാരായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ നമുക്കും ഒരുങ്ങാം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ വേഗം വരും, അപ്പോൾ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. ആകയാൽ ഈ ലോകത്തെ നോക്കി, ലോക ചുറ്റുപാടുകളെ നോക്കി, ലോക സാഹചര്യങ്ങളെ നോക്കി മാനസാന്തരപ്പെടുവാൻ നമുക്ക് അവസരമാണ്. അതുകൊണ്ട് ഈ സഭയോട് പറയട്ടെ, ഈ സഭയിൽ മദ്യപിക്കുന്നവർ, ദുർനടപ്പ് നടത്തുന്നവർ, പുകവലിക്കുന്നവർ, വേഷമിക്കാർ സകലരും മാനസാന്തരപ്പെടണം. പേര് രക്ഷാസൈന്യമെന്ന കർത്താവ് ഒരു ശിക്ഷാസൈന്യമായി മാറരുത് കേട്ടോ. രക്ഷാസൈന്യം പേരുള്ളത് ശിക്ഷാസൈന്യമായി മാറരുത്. അങ്ങനെ മാറാതിരിപ്പാൻ നിങ്ങൾ ഇത് രാത്രിയിൽ മാനസാന്തരപ്പെട്ടുകൊള്ളണം. നിങ്ങളുടെ എല്ലാ ദുർനടപ്പുകളും മാറണം. നിങ്ങൾ നേരെ നടക്കണം, തല ഉയർത്തി നടക്കണം. രക്ഷാസൈന്യം പറഞ്ഞാൽ നിങ്ങൾ അഭിമാനിക്കപ്പെടണം. അങ്ങനെ വരണമെങ്കിൽ ഒരു വലിയ തീരുമാനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ പഠിക്കുക, നമ്മുടെ മാതാപിതാക്കളെ നോക്കി നമ്മൾ പഠിക്കുക. മത്സരികൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അമ്മയപ്പന്മാരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നതുമായി നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൻ മക്കൾക്ക് ശത്രുവും മക്കൾ അപ്പന് ശത്രുവുമായ ഒരു കാലമുണ്ട് ഇരമ്യാ വിളിച്ചു പറഞ്ഞു. അതിന് നമ്മുടെ കൺമുമ്പിലുണ്ട് കേട്ടോ. അപ്പനെ നിർദാക്ഷണം കൊല്ലുന്നവർ, മക്കളെ കൊല്ലുന്നവർ, മകളെ ഭാര്യയായി സ്വീകരിക്കുന്ന അപ്പന്മാർ വരെയുള്ള ദുഷിച്ച കാലമായി കാലം. നോക്കേണ്ട കാലം ഒരുപക്ഷെ എങ്ങനെയായിരിക്കും. ഹല്ലേലൂയ. മകളെ ഭാര്യയായി സ്വീകരിച്ച അപ്പന്മാർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. ഇതുപോലെ ദുഷിച്ച കാലം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ വേദപുസ്തകം എടുത്ത് അണ്ണാച്ചിയുടെ പേര് നോട്ടീസ് വെക്കാൻ ഉപയോഗിക്കാതെ വേദപുസ്തകം വായിച്ചു പഠിച്ച കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം താമസമില്ല നമ്മുടെ കർത്താവ് വരും. അധികം താമസമില്ല നമ്മുടെ കർത്താവ് വരും. അന്ന് ദുഷിച്ചവന്മാർ വെള്ളത്തിൽ മുങ്ങി മരിച്ചതുപോലെ ഇവിടെ ഒരു മഹോദ്രവത്തിന് ശിക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പോഴും നമ്മൾ തേജസ്സിന്റെ ശരീരം ധരിച്ചവരായി, രൂപാന്തരം പ്രാപിച്ചവരായി മേഘങ്ങളിൽ എടുക്കപ്പെടണം. ആ നല്ല സുദിനമായിരിക്കണം ഈ 2ാം വർഷത്തെ ഈ വാർഷിക ദിനത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഭവം. ഒരു കാര്യം പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ 2ാം വർഷം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ എത്ര പേർ ഈ ആലയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു? ഈ ആലയത്തിൽ നന്മയോർത്ത് പ്രാർത്ഥിച്ചു? നിങ്ങൾ കയറി വരുമ്പോൾ കാണുന്നത് കച്ചമണിയിൽ ഇരിക്കുന്ന ഒരു യേശു, പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ അനുഭവമാണ്. ഇത് കണ്ടിട്ടും കുടി നിർത്താത്തവന്മാരെ എന്നാ പറയണം? ഇത് കണ്ടിട്ടും മനസ്സങ്കടപ്പെടാത്തവരെ എന്ത് പറയണം? ഇത് കണ്ടിട്ടും ജീവന്റെ മാർഗത്തിൽ നടക്കാത്തവരെ എന്ത് പറയണം? നിങ്ങളോർക്ക് ഇത് ഫോട്ടോയാണെങ്കിൽ ഈ കർത്താവ് ഗതശമനയിൽ പ്രാർത്ഥിച്ചത് നശിച്ചു പോകുന്ന നിങ്ങളെയും എന്നെ വീണ്ടെടുക്കാനാ. നശിച്ചു പോകുന്ന എന്നെ വീണ്ടെടുക്കാനാ. ആ കർത്താവിന്റെ പ്രാർത്ഥനയെ ഭിത്തിയിൽ ലേഖനം ചെയ്തിരിക്കുമ്പോൾ അത് കണ്ട് നിങ്ങൾ മനസ്സന്തരപ്പെടണം. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ രക്തത്തുള്ളികളെ വിയർപ്പ് തുള്ളികളാക്കി ആധാരം കർത്താവ് വിയർപ്പ് തുള്ളികളെ
തുള്ളികളാക്കിയ ചിത്രമാണ്. ഹല്ലേലൂയ. ഈ രക്തമാണ് നമ്മുടെ രക്ഷയുടെ ആധാരം. ഹല്ലേലൂയ. ആകയാൽ മനസ്സാന്തരപ്പെടാത്ത എല്ലാവരും മനസ്സാന്തരപ്പെട്ടു പോകണം. എൻ്റെ വാക്കുകളുടെ പരിവസാനിപ്പിക്കുകയാണ്. നോക്കിയുള്ള കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവുമാണ്. അന്ന് വിവാഹത്തിന് കൊടുത്തും അന്ന് വിവാഹം കഴിച്ചു പോകുന്നു. മനുഷ്യർക്ക് ഭോഗപ്രിയരായി മാറി. ഇന്നും അത് നമ്മുടെ കണ്ണുകൾപ്പെട്ടിരിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തരായി ആത്മീയ ജീവിതം നയിച്ച ക്രിസ്തുവിനെതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സഭയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഈ സഭയിലെ സഭയിലെ വിശുദ്ധന്മാരായിരിക്കണം, സകല വിശുദ്ധന്മാരായിരിക്കണം. അവർ രക്തം കൊണ്ട് കഴുകപ്പെട്ടവരായി, ആത്മാവിനായി ശുദ്ധീകരിക്കപ്പെട്ടവരായി, വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ളവർ, ശുഭ്രവസ്ത്രധാരികളായി കർത്താവിനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ സഭയിൽ ആരും നഷ്ടപ്പെട്ടു പോകരുതാണ്. ഹല്ലേലൂയ. അതിന് ഈ ആലയത്തിൽ സൂക്ഷിക്കും. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഒരു വാക്ക് നിർത്തട്ടെ. എന്നെ വിളിച്ച ബഹുമാനമുള്ള രാജൻ പീറ്റർ അയ്യാവുകൾക്കും നിങ്ങളുടെ സഭയിലെ സകലർക്കും വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും എൻ്റെയും എൻ്റെ കൂടെ വന്ന സകലരുടെയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുന്നു. ഈ കൃപാസനത്തിൽ കടന്നു വരാം. വിശേഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയാണ്. അവൻ കുഞ്ഞുങ്ങൾക്കൊക്കെ യുവനക്കാർക്കൊക്കെ അവരുടെ കടന്നു വരുവാൻ സാധ്യമായി തീരും. ദൈവം നമ്മെ മാടി വിളിക്കുന്നു. നമുക്ക് കാലത്തിൽ നമുക്ക് പങ്കുചേരാം. വലിയ സ്തോത്രം. അവൻ ഒരു തീരുമാനം നാം നിൽക്കുന്ന ഇടത്തിൽ നിന്ന് തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങളെ വലിയ സ്തോത്രം ഒരു മുൾവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾക്കിവിടെ കടന്നു വരുവാൻ സാധ്യമായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ അനുഗ്രഹിക്കുവാൻ തക്കൊണ്ട് സാധ്യമായി തീരും. നമ്മുടെ സഭയെ അനുഗ്രഹിക്കും. അവയെ നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുവാൻ തക്കോടെയായി തീരും. നമുക്ക് വലിയ സ്തോത്രീകാരം നമുക്ക് ചേർന്ന് പോകണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ